ഇനി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു വട്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിരിയാണി റെസിപ്പിയാണ്. അതിനുവേണ്ടി ചൂടുകെട്ടുള്ള ഒരു പാത്രം എടുത്ത് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഒരു കഷ്ണം ജാതിപത്രിയും കുറച്ച് പെരുംജീരകവും 2 ഗ്രാമ്പും ഒരു പട്ടയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഒന്ന് വാടി വരുമ്പോൾ ഒരു ക്യാരറ്റ് അരിഞ്ഞതും സവോള ഒരു കഷ്ണം അരിഞ്ഞതും ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞതൊക്കെ ഒന്ന് ചേർത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം 3 ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. അത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് നല്ല രീതിയിലൊന്ന് കുതിർത്തി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് ഞാൻ അതിലേക്ക് ഇട്ട് അതിനു വേണ്ടി 3 ഗ്ലാസ്സിന് 6.25 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി നല്ല രീതിയിലൊന്ന് ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കി, ഉപ്പ് കുറച്ച് കൂടി നിൽക്കണം കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ തീയൊക്കെ ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മളതിലേക്ക് വറുത്തിടാനുള്ള സവോളയാണ്. കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായി സവോള 2 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. 2 ബാച്ചായിട്ട് ഞാൻ വറുത്തെടുത്തു. അതുപോലെ തന്നെ കശുവണ്ടിയും മുന്തിരിയും ഒക്കെ ഞാൻ ഒന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ദം ചെയ്യാം. അപ്പം നമുക്ക് ചെറിയൊരു പാത്രം എടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള സവാളയൊക്കെ ഒന്ന് ഇട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അരി ആ ചൂടോടെ ഇട്ടിട്ട് അതിലിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ മഞ്ഞ കളർ ഇടയ്ക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു 4 ടേബിൾ സ്പൂൺ പാലില്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളം ആയാലും മതി. അതിലേക്ക് മഞ്ഞൾപ്പൊടി കലക്കി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുള്ളതായിരുന്നു. അത് ഇടയിലൊന്ന് നമ്മൾ തെളിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം നെയ്യ് ഇടയ്ക്കൊന്ന് ഞാൻ ലെയർ ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെച്ചിട്ടുള്ള ലെയർ ചെയ്യുമ്പോൾ ഈ ഒരു സവോളയും അതുപോലെ തന്നെ കശുവണ്ടിയും മുന്തിരിയും ഒക്കെ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുത്ത് അങ്ങനെ ഒരു 3-4 ലെയറൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. പിന്നീട് നമുക്ക് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ടിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അവസാനമാണ് ഞാൻ മല്ലിയിലൊക്കെ ഇടുന്നുള്ളൂ, ഇടയിൽ ഇടുന്നില്ല. നമുക്ക് ഏറ്റവും മുകളിൽ ഇതൊക്കെ ഒന്ന് ഇട്ട് സെറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ ഒരു ചെറിയ ചൂടൊക്കെ ആറുമ്പോഴേക്കും ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും സൂപ്പറായിട്ട് വരും. ചെറിയൊരു നാരങ്ങയും കൂടി പിഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് മൂടി വെച്ച് ഈ മഞ്ഞ കളറ് ആ ഒരു മഞ്ഞപ്പൊടിയുടെ ഒരു കളറാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഫോർക്ക് കൊണ്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്ന് ഹരിയായിട്ട് തൊടാണ്ട് സൂപ്പറായിട്ട് കിട്ടുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് റോസ് ബ്രാൻഡ് അരിയാണ്. അത് തന്നെ ചോദിച്ചു വാങ്ങാം. ഓക്കെ, താങ്ക് യു.